AITC നേതാവ് ആർ ചന്ദ്രശേഖരനും CITU നേതാവായിരുന്ന എളവരം കരീമും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ കരിമണൽ എത്തിച്ചു കൊടുക്കണം, അതിനുവേണ്ടി അവിടെ പോയി സമരം ചെയ്ത ആളുകളാണ്. അപ്പൊ ഇത്തരത്തിൽ കൈതോലപ്പായയിലൊക്കെ പല തരത്തിലുള്ള കാര്യങ്ങളും പണവും കൊണ്ടുപോയ ചരിത്രം മുൻകാലഘട്ടങ്ങളിൽ ഇവരൊക്കെ ഒരുമിച്ച് തന്നെയായിരുന്നു എന്നത് തന്നെയായിരുന്നു. കഴിഞ്ഞ ഒന്നാം പിണറായി വിജയൻ മന്ത്രിസഭയിൽ ആരായിരുന്നു കരിമണൽ കർത്തയുടെ കുടുംബക്കാരനായിരുന്ന ആരായിരുന്നു മന്ത്രിയായിരുന്നു ഉണ്ടായിരുന്നത് എന്നതൊക്കെ ഇവിടുത്തെ എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ്. ഇവരെങ്ങനെയാണ് ഈ ഇടതുപക്ഷമാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഒരുമിച്ച് നിന്ന് ഈ ഇത്തരം കാര്യങ്ങൾക്ക് ഒരുമിച്ച് നിന്ന് തന്നെയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഇവർക്ക് അന്വേഷണ ഏജൻസികളെ, കോടതി ചോദിച്ച പോലെ അന്വേഷണ ഏജൻസികളെ എന്തിനാണ് ഇവർ പേടിച്ചുകൊണ്ടിരിക്കുന്നത്? അന്വേഷണം നടക്കട്ടെ, അന്വേഷണം നടത്തിയിട്ട് എന്താ പറയാ ഈ അന്വേഷണത്തിൽ നിന്ന് മുക്തമാവുകയാണ് വേണ്ടത്. അല്ലാതെ അന്വേഷണേ പാടില്ല. ഞാൻ മുഖ്യമന്ത്രിയാണ്, എന്റെ കുടുംബം എന്താ പറയാ ഞാൻ ഈ പെൻഷൻ കൊടുത്ത തുക കൊണ്ടുണ്ടാക്കിയ കമ്പനിയാണ്, അതുകൊണ്ട് അന്വേഷണം പാടില്ല എന്ന് പറയുന്ന ഇത്തരം നിലപാട്, ഇത്തരം എന്താ പറയാ നിലപാടാണ് തുടങ്ങിയത് എന്നൊക്കെയുള്ള സെന്റിമെന്റൽ അപ്രോച്ചാണ് എടുക്കുന്നത്. മാത്രമല്ല ശ്രീ RS തടസ്സപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതിയിൽ പോയിരിക്കുന്നത്. കേരള ഹൈക്കോടതി എടുത്ത നിലപാട് തീർച്ചയായും കർണാടക ഹൈക്കോടതിയിലും അത് തീർച്ചയായും നിർണായകമാകും. തിങ്കളാഴ്ച കർണാടക ഹൈക്കോടതി വിഷയത്തിൽ എന്ത് നിലപാടെടുത്തിരിക്കുന്നു എന്നുള്ളതുകൂടി നോക്കി കാണേണ്ടതുണ്ട്. ഈ കൈകൾ ശുദ്ധമാണെങ്കിൽ എന്തിന് ഹൈക്കോടതിയിൽ പോകുന്നു അല്ലെങ്കിൽ കോടതികൾ കയറി ഇറങ്ങുന്നു എന്ന ചോദ്യം ബാക്കിയാകുന്നു.